ഹലോ ഗായ്സ്, വെൽക്കം ടു തമ്പിയണ്ണൻ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം. അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ടൈമിംഗ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ 2 മണിക്ക് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ ഫർദർ ഡേയ്സും ആ 2 മണി തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു ഫിക്സ് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് ലഭിക്കുന്നതാണ്. അഥവാ നിങ്ങളൊരു ഫിക്സ് ടൈമിൽ ഇല്ലാതെ തോന്നുന്ന സമയം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നതില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാം. അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് കാണാം. വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്. ഇവിടെ എൻ്റെ ഓൾറെഡി വീഡിയോ സെലക്റ്റായി കിടക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ അതാ വീഡിയോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, നിങ്ങൾ ഇൻഷോട്ട് ആപ്പ് വഴി എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഗാലറി കാണുന്ന ഏതെങ്കിലും വീഡിയോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ 2 വഴി നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു പേജ് കാണാം. ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ടൈറ്റിലാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അനുസരിച്ച് ഏത് ടൈറ്റിലാണോ അതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഷോപ്പിംഗ് ലോഗാണ്. അതുകൊണ്ട് ഞാൻ ഷോപ്പിംഗ് ലോഗ്, പിന്നെ നമുക്ക് ലോഗിനനുസരിച്ചുള്ള ഫർദർ ടൈറ്റിൽസും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഇതാ കൊടുക്കുകയാണ് ടൈറ്റിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ നമുക്ക് കാണിക്കുന്നത് വിസിബിലിറ്റിയാണ്. ഓക്കെ, വിസിബിലിറ്റി ഇവിടെ ചെന്നിട്ട് നമുക്ക് വിസിബിലിറ്റി ഓൾവേസ് ഇത് മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും അൺലിസ്റ്റഡ് ആക്കി വെക്കണം. പബ്ലിക് ഒരിക്കലും ആക്കി എഡിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ഷെഡ്യൂൾ ചോദിച്ചേക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു ടൈം. ഓക്കെ, ഏത് ടൈമിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ടൈം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിക്സ്ഡ് ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നിങ്ങൾ 2 മണിക്ക് ടൈം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫർദറും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത് മാറ്റിയാൽ നിങ്ങളെ വ്യൂസിനെ ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ 2 മണി ഉച്ചയ്ക്കുള്ള ടൈമിംഗ് ആണ് വച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് സെലക്ട് ഓഡിയൻസ്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. യെസ്, ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആൻഡ് നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കുട്ടികൾക്കല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നടിക്കാം. അത് വീഡിയോ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ യെസ് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അഥവാ വീഡിയോ കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഥവാ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഡയറക്റ്റ്ലി ഓഫായി കിടക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ എപ്പോഴും രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ടാഗ് പ്രൊഡക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് മോണറ്റൈസേഷൻ കിട്ടിയവർക്ക് മാത്രമേ ഈ ടാഗ് പ്രൊഡക്ട്സ് ഉള്ള ഓപ്ഷൻ കാണിക്കുള്ളൂ. അല്ലാത്തവർക്ക് ടാഗ് പ്രൊഡക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണിക്കില്ല. ഓക്കെ, ഇവിടെ മോണറ്റൈസേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ടാഗ് പ്രൊഡക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇവിടെ ഷോപ്സ് കാണിക്കാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടാണ്. ഓക്കെ, ഇവിടെ ചെന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് സൺസ്ക്രീമാണ്. ഓക്കെ, സൺസ്ക്രീൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓക്കെ അടിക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ കുറേ പ്രൊഡക്റ്റ് സൺസ്ക്രീനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ ടാഗ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനായി നമുക്ക് പ്ലസ് ഐക്കൺ അവിടെ സൈഡിലായിട്ട് കാണാം.
അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് കാണുന്നത് ആഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ആഡ് ഡിസ്ക്രിപ്ഷന് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടൈറ്റിലിനെ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ആഡ് ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. കാരണം ഇത് ഇപ്പോൾ ഹാഷ്ടാഗ് ഒന്നും അത്ര മീൻസ് വൈറലാവാൻ സഹായിക്കുന്നില്ല ഇപ്പോഴത്തെ റൂൾസിനനുസരിച്ച്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ, ഓൾറെഡി നമ്മൾ പ്രൊഡക്ട്സ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് കാണിക്കുന്നത്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ടാഗ് ചെയ്യാൻ കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് കൊളാബറേഷൻ, നെക്സ്റ്റ് ഓപ്ഷൻ കൊളാബറേഷൻസ്. ഓക്കെ, കമൻസ് എന്നുള്ള ഇതാണ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ടത് പ്ലേലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് എൻ്റെ ലോഗ്സ് ആണ്. ഓൾറെഡി എനിക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 4-5 വ്ലോഗ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു ലോഗ്സ് ഓപ്പൺ ആയി കിടക്കുമ്പോൾ താഴെ ഓട്ടോമാറ്റിക്കലി മറ്റ് ലോഗ്സും മറ്റുള്ളവർക്ക് ഷോ ചെയ്യുന്നതാണ്. അങ്ങനെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലോഗ്സ് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് പ്ലേലിസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്ലേലിസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ വ്യൂസ് കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഓൾറെഡി നമ്മൾ പ്രൊഡക്ട്സ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, മോണിറ്റൈസേഷൻ കിട്ടിയവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ കാണുള്ളൂ. അടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓപ്ഷൻ കൊളാബറേഷൻ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊളാബറേറ്റ് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ കമൻസ് ഓണാക്കി വെക്കാം. ഇവിടെ ഓൾറെഡി എൻ്റെ കമൻസ് ഓണാണ്. നിങ്ങളുടെ വീഡിയോ അലോ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഓൾട്ടേഡ് കണ്ടന്റ്. ഇവിടെ AI ഉപയോഗിച്ചുള്ള കണ്ടന്റ് ആണെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ടാഗ്സ് ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ ലോഗ്സിന് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ടാഗ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ വീഡിയോ ഷോപ്പിംഗ് ലോഗാണ്. നമുക്ക് ഷോപ്പിംഗ് ലോഗ്, ഓക്കെ, ലോഗ്സ്, ഓക്കെ എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആക്കി എടുക്കുന്നില്ല ഇപ്പോൾ 2026 ഓക്കെ, നിങ്ങൾ ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ വ്യൂസ് കിട്ടുന്നത് അതിന് മീൻസ് ഡിസ്ക്രിപ്ഷനും ടാഗ്സിനും അനുസരിച്ചല്ല. നിങ്ങളുടെ കൂടുതലും തമ്പനെയിൽ നിങ്ങൾ എത്ര അട്രാക്റ്റീവായിട്ട് തമ്പനെയിൽ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വീഡിയോസ് വൈറലാകുന്നത്. ഇപ്പോഴത്തെ 2026 ടാഗ്സും ഡിസ്ക്രിപ്ഷനും ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഞാനിവിടെ ഇവിടെ തമ്പനെയിൽ കൊടുക്കാൻ വിട്ടുപോയി. ഇവിടെ ഞാനിവിടെ ഒരു തമ്പനെയിൽ കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ട മാറ്റർ ആയിരുന്നു, വിട്ടുപോയത് കൊണ്ട് ഞാൻ അവസാനം കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ പെൻസിൽ ഐക്കൺ കാണാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായ തമ്പനെയിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാം. എല്ലാം എഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമുക്ക് നേരെ YT സ്റ്റുഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പോകേണ്ടത് കണ്ടൻറ്റിൽ പോയതിന് ശേഷം പോകേണ്ടത് വീഡിയോസിലാണ്. ഓക്കെ, വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു എഡിറ്റിംഗ് ബാക്കിയുണ്ട്, അത് നമുക്ക് യൂട്യൂബ് പേജിൽ കിട്ടില്ല. ഇവിടെ YT സ്റ്റുഡിയോയിൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കി എല്ലാ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ അവസാനം ഓൾട്ടേഡ് കണ്ടൻറ്റിൽ പോവാം. ഇവിടെ കാറ്റഗറി, ഓക്കെ, കാറ്റഗറി യൂട്യൂബ് പേജിൽ കിട്ടില്ല, ഇവിടെ കിട്ടത്തുള്ളൂ. വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള കാറ്റഗറി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ പീപ്പിൾ ആൻഡ് വ്ലോഗ്സ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാത്രമേ നമുക്ക് യൂട്യൂബ് പേജിൽ കിട്ടാത്തത്. ഇവിടെ YT സ്റ്റുഡിയോയിൽ വന്നിട്ട് വേണം നമുക്ക് കാറ്റഗറി മാറ്റാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ എല്ലാ എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക്
സേവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.